ഫോർഗീവ് ചെയ്യണം, ഫോർഗെറ്റ് ചെയ്യണ്ട, നല്ല ഫോർഗീവ് ചെയ്യണം. കാരണം ഈ ഫോർഗീവ് നിനക്കൊരു കെട്ടാണ്. ക്ഷമിക്കണം നമ്മൾ ആരോടും. എന്നാ ഹെൽത്ത് ഇഷ്യൂ, എന്നാ ജിമ്മിൽ പോയാലും, നീ എന്നാ ഫുഡ് ഡയറ്റ് ഫുഡ് കഴിച്ചാലും തന്റെ നല്ല നോക്കിയില്ല തട്ടിപ്പപ്പെടും. പുസ്തകം പറഞ്ഞു ബൈബിളിന്റെ അടിസ്ഥാനമാണ് ക്ഷമിക്കണം. ഓക്കെ, ഈ എന്നെ നമുക്ക് ഉദരം തോന്നാലും നമ്മൾ അന്ന് ബസ് ചെയ്യണം. അതിൽ നമ്മുടെ ആ വേദന റിലീസാകുക. ദോഷത്തോടെ ദോഷം ചെയ്യാതും ശകാരിക്കുന്നതിനോട് ശകാരിക്കാതിരുന്നാൽ നീ അനുഗ്രഹിക്കപ്പെടുന്ന വചനം പറയുന്നത്. ഇത് നമ്മൾ പലരും അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ പുറകിലത്തെ റീസൺ. കാരണം ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഞാൻ നിനക്ക് അനുഗ്രഹം തരത്തില്ല, അങ്ങനെ ദൈവം പറഞ്ഞില്ല. കാരണം ദൈവത്തിന് അപ്പൻ മക്കൾക്ക് കൊടുക്കാനേ ആഗ്രഹിക്കത്തുള്ളൂ. അപ്പൊ കിട്ടാത്തതിന്റെ കാരണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുരുക്കുകളാണ്, ചോട്ട കുരുക്കുകളാണ്. ഇത് രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല, പക്ഷെ സൗഖ്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു ഡെലിവറൻസ്, പക്ഷെ ഡെലിവറൻസ് നടക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ കൂടെ ചേർത്തതുപോലെ അപ്പൊ ഈ തകർച്ച ഉള്ളവർ റീകോൾ ആകുമ്പോഴാണ് ഭയങ്കര സമൃദ്ധി വെളിപ്പെടുന്നത്. കമോൺ, ദാവീദിന്റെ വിളി അങ്ങനെ. നിനക്കൊരു രാജകീയ കോളിംഗ് ഉണ്ടെങ്കിൽ നിന്റെ കൂടെ എല്ലാം തകർക്കപ്പെട്ടവരും ഞെരുക്കമുള്ളവരും വരും, പക്ഷെ അവരെല്ലാം പിന്നെ വലിയ സമ്പത്തുള്ളവരായെന്നാണ് വചനം പറയുന്നത്. അങ്ങനെയാണ് യേശുവിന്റെ നാമത്തിൽ ഈ സഭയ്ക്കകത്ത് ഒരു സമൃദ്ധിയുണ്ട്. സമൃദ്ധി പറഞ്ഞെങ്കിൽ ബ്ലെസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുരുക്കൾ പൊട്ടണം. നീ വിചാരിക്കുന്നത് നിലത്ത് വീണ്, പാൻ്റെ വീണ്, കോട്ട വീണ്, സൂട്ട വീണു, ഇതെല്ലാം തുരുത്തിയിൽ വെച്ചിട്ട് ഇത് നിറയുമ്പോൾ ഇത് അളന്നെടുത്തിട്ട് അനുഗ്രഹമാക്കി അപ്പൊ ഏത് വിഷയത്തിലാണോ നിനക്ക് അനുഭവം ഉണ്ട് നീ അതിന്റെ ഉസ്താദായി മാറും. അങ്ങനെയാണ് ഇതിനകത്ത് മുറിയപ്പെട്ടവരുണ്ടെങ്കിൽ പലരെയും മുറിവുള്ളവരെ വിടുവിക്കാൻ വേണ്ടിയാണ് ദൈവം നിന്നെ വിളിച്ചത്. അതുകൊണ്ട് നീ ആ കരം ഉയർത്തി പാട്ടൊന്നും പാടണം, നിന്റെ അകത്തുന്ന ശബ്ദം പുറപ്പെടണം. കമോൺ, കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാദം. എല്ലാവരും ശബ്ദം ഒരുമിച്ച്. തുരുത്തി നിറയുമ്പോൾ ആഴ്ന്നെടുത്ത് അനുഗ്രഹമേകുന്ന യേശു. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്.